السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും പരിപൂർണമായ വിജയത്തിനു വേണ്ടി നൽകിയതാണ് ദീൻ. ദീൻ നമ്മുടെ ദുനിയാവിൻ്റെ വിജയത്തിനുള്ളതാണ്, നമ്മുടെ ആഖിറത്തിൻ്റെ വിജയത്തിനു കൂടി ഉള്ളതാണ്. ഈ ദീൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധമായ മുബാറക്കായ ചര്യകളെ പിൻപറ്റിയുള്ളതിൻ്റെ പേരാണ് ദീൻ എന്ന് പറഞ്ഞത്. ദീൻ എല്ലാ കാലങ്ങളിലേക്കും പൂർണ്ണമായതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ഒഴിവാക്കി. ഇന്നത്തെ ദിവസം ദീനിനെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെയാണ് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നത്. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദീനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്നത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലം യഖ്ബല മിൻ, ദീനല്ലാത്ത എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾ പിൻപറ്റുകയോ ജീവിതത്തിൻ്റെ സരണിയായി മാർഗമായി തെരഞ്ഞെടുക്കുകയോ ചെയ്താൽ അള്ളാഹു അതിനെ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദീൻ പൂർണ്ണമാണ്, മുക്കമ്മലാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിലാണുള്ളത്. ജീവിതത്തിന്റെ ഒരു വ്യവസ്ഥിതിയാണ് എല്ലാ കാര്യങ്ങളിലും. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ദീന്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഇഷ്ടത്തിനും മട്ടത്തിനും നാട്ടിന്റെ ആചാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അനുസരിച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, ഇങ്ങനെ ഒരു ദീൻ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ദീനെങ്കിൽ ഈ ദീനിന് വേണ്ടി ഇത്ര ത്യാഗം ചെയ്യാൻ, കഷ്ടപ്പെടാൻ, പ്രയാസപ്പെടാൻ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അയക്കേണ്ട ഒരു ആവശ്യമില്ല. മലക്കുകൾ അയച്ചാൽ മതിയായിരുന്നു. മലക്കുകൾ ഗ്രന്ഥവുമായിട്ട് വരിക, ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന കൽപ്പിച്ചു കൊടുക്കുക, ഒരു പോവുക. അല്ല, എന്തുകൊണ്ട് ഒരു നബിയെയും മലക്കിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടില്ല? മുഴുവൻ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമും മനുഷ്യരിൽ നിന്നാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. എന്തിനാണ്? മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മനുഷ്യർക്ക് മാതൃക ഉണ്ടാവണം ഈ പ്രവാചകന്മാരിലൂടെ, ഈ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിലൂടെ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഭക്ഷണമില്ല. ലാ യകുലൂൻ വലാ യശ്റബൂൻ വലാ യബൂലൂൻ വലാ യതഗവ്വസൂൻ വലാ യതസവ്വജൂൻ വലാ യതവാലദൂൻ. ഇതൊക്കെയാണ് മലക്കുകളെ പറ്റി നമ്മൾ സാധാരണ പറയുന്നത്. അവർ ഭക്ഷണം കഴിക്കൂല, അവർ വെള്ളം കുടിക്കൂല, അവർക്ക് ദാഹമില്ല, അവർക്ക് വിശപ്പില്ല, അവർ മലമൂത്ര വിസർജനം ചെയ്യാത്തവരാണ്, അവർ വിവാഹം കഴിക്കാത്തവരാണ്, അവർക്ക് സന്താനോൽപാദനമില്ല. ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ് മലക്കുകൾ. അവർ ഇബാദത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവർ. പക്ഷേ മനുഷ്യരങ്ങനല്ലല്ലോ. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതൊക്കെ നബിമാരോട് നടക്കും, നമ്മളോട് നടക്കൂല എന്ന്. അപ്പോൾ പിന്നെ മലക്കുകളായിരുന്നു വന്നിരുന്നെങ്കിൽ എന്താ പറയാ, മലക്കൊക്കെ പറഞ്ഞിട്ട് പോവാ, ഓർക്ക് കല്യാണം കഴിക്കേണ്ട കുട്ടികളും ഇല്ല, ഒരു ഏർപ്പാടും ഇല്ല, ഓർക്ക് നടക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃക കാണിക്കാനാണ് അംബിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, എല്ലാം കാണിച്ചു തന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ മുക്കമ്മലാക്കി, പൂർത്തിയാക്കി. ഇനി ദീനിൽ ഒരു വടവും വിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ മേഖലകളിലും മാതൃക ഉണ്ടാവും. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിക്കാഹ് എന്നുള്ളത്. നബിമാരുടെ ചര്യയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യൻ, എങ്ങനെ ഒരു മനുഷ്യൻ വിവാഹം കഴിക്കണം, കുടുംബജീവിതം എങ്ങനെ നയിക്കണം, അതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വ്യക്തമായ മാതൃക ഉണ്ട്. നമ്മൾ അതേ രീതിയിലായിരിക്കണം. അപ്പോഴാണ് നമ്മളെ വിവാഹം ഇബാദത്താവുക. അപ്പോഴാണ് നമ്മളെ വിവാഹം വിവാഹത്താകുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, നിങ്ങൾ വിവാഹത്തെ പരസ്യപ്പെടുത്തുക. ആലിനു ആദൽ നിക്കാഹ്, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തണം. വജഅലുഹു ഫിൽ മസാജിദ്, അതിനെ നിങ്ങൾ പള്ളികളിൽ വെച്ചാക്കണം. പള്ളികളിൽ വെച്ചാക്കണം. സത്യത്തിൽ 3 വിവാഹം നടക്കുന്നുണ്ട് ഈ മജ്‌ലിസിൽ. 3 വിവാഹവും മസ്ജിദിൽ വെച്ചാക്കി. 3 കുടുംബങ്ങളാണ് സത്യത്തിൽ. ഈ കുടുംബങ്ങൾ മസ്ജിദിൽ വെച്ചിട്ട് വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആ സുന്നത്തിലേക്ക് വന്നു. മാത്രവുമല്ല അതിന്റെ സാക്ഷികളാവാൻ വേണ്ടി ഒത്തുകൂടിയവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെ ഈ കൂടൽ വെറുതെ പോയി കൂടിയിട്ട് വരലല്ല. തീർച്ച മസ്ജിദിൽ വിവാഹത്തിന് വേണ്ടി നമ്മുടെ ദുനിയാവിന്റെ തിരക്കുകൾ ഒഴിവാക്കി നമ്മൾ സമയം ചെലവാക്കി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാഹി നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ ശരിയായ നിയ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നതെങ്കിൽ, ഒരു ഇബാദത്തിന്റെ സാക്ഷികളാവാനാണ് വന്നതെങ്കിൽ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകും. ആ നിലയിൽ അല്ലാഹു നമ്മളെല്ലാവരും ആക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സ്നേഹന്മാരെ, വിവാഹം നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല. വിവാഹം എങ്ങനെ ചെയ്യേണ്ടത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിലുണ്ട്. തങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്, തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ വിവാഹം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ദീനോ ഒരിക്കലും ഉത്തരവാദികളല്ല. ഇതിന്റെ പ്രശ്നക്കാർ നമ്മൾ തന്നെയാണ്. ഇന്ന് വിവാഹം എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു കീറാമുട്ടി പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഒരാൾ വിവാഹം കഴിച്ചു, 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയായി. അയാൾ ആ സ്ത്രീ പ്രസവിച്ച വീട്ടുകാരും കുടുംബക്കാരെല്ലാവരും വിളിച്ചറിയിച്ചു, അയാൾ പ്രസവിച്ചു, എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ കുട്ടീന്ന്? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്താ കുട്ടി? അപ്പോൾ അയാൾ പറഞ്ഞു മോളാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും പ്രസവിച്ചു. അപ്പോൾ അയാൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, കുടുംബക്കാരൊക്കെ അറിയിച്ചു. അവർ ചോദിച്ചു എന്താ കുട്ടീന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു രണ്ടാമത്തെ മോളല്ലേ എന്ന്. കുറച്ചുകൂടി 1 2 3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സ്ത്രീ പ്രസവിച്ചു. അത് അന്വേഷിച്ചു. ആ വിവരം അറിയിച്ചപ്പോൾ ചോദിച്ചു എന്താ കുട്ടീന്ന്. മോളാണെന്ന് പറഞ്ഞു. ഉടനെ ആൾക്കാരൊക്കെ ചോദിച്ചു മൂന്നാമത്തതും മോളല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അയാളെ കണ്ടാൽ ആൾക്കാരൊക്കെ അവനോട് ഒരു സമാധാനിപ്പിച്ച് പറയും, സാരില്ല, അല്ലാഹു തആല എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കി തരും, സാരില്ല, പേടിക്കേണ്ടെന്നൊക്കെ പറയും. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? എന്താണ്? ഒരു സ്ത്രീ 3 പെൺകുട്ടികൾ പ്രസവിച്ചു, എന്താ ഇവിടെ പ്രശ്നം? സാർമാരെ, നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. ഒരു 10-18 കൊല്ലത്തിന് ശേഷം ഇതേപോലെ വിവാഹം എന്ന് പറഞ്ഞൊരു കർമ്മം വരാനുണ്ട്. ആ കർമ്മത്തോടു കൂടി ആ മനുഷ്യന്റെ കഥ കഴിഞ്ഞു. ഒരു കുട്ടിനെ കെട്ടിക്കാനാണെങ്കിൽ തന്നെ 15-20 വർഷമൊക്കെ സൗദി അറേബ്യയുടെയും ദുബായിയുടെയും ഖത്തറിന്റെയൊക്കെ ശക്തമായ ചൂട് കൊണ്ടിട്ട് അധ്വാനം മുഴുവനും ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കാൻ ചെലവാക്കണം. അപ്പൊ ഈ 3 കുട്ടികളെ കെട്ടിക്കാൻ. അതുകൊണ്ട് കുടുംബങ്ങൾ പറയാൻ സാരില്ല, അള്ള എന്തെങ്കിലുമൊക്കെ വഴിണ്ടാക്കും. ഉമ്മ പറയാൻ എനിക്ക് ഓന്റെ കാര്യത്തിലാണ് ബേജാറ്. കാരണം ഓന് മൂന്നും പെൺകുട്ടികളാണ്. സാർമാരെ, പെൺകുട്ടി എന്തു ചെയ്തു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടാവുകയും അവർക്ക് നല്ല താലീം, നല്ല തസ്കിയത്ത് കൊടുക്കുകയും എന്നുവെച്ചാൽ നല്ല വിദ്യാഭ്യാസം, എന്നുവെച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അറിവ്, നല്ല തസ്കിയത്ത്, നല്ല സംസ്കരണം നല്ല നിലയിൽ നൽകുകയും അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സദസ്സിൽ ഒരു ഭാഗത്തുനിന്ന് ഒരാളെ എഴുന്നേറ്റ് ചോദിച്ചു, 2 പെൺകുട്ടികളാണെങ്കിലോ? അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2 പെൺകുട്ടികളാണെങ്കിലും. കുറച്ച് കഴിഞ്ഞ ഒരാൾ ചോദിച്ചു, 1 പെൺകുട്ടിയാണെങ്കിലോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 1 പെൺകുട്ടിയാണെങ്കിലും. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചു പടച്ചോനെ പെൺകുട്ടിയായിരുന്നെങ്കിൽ. കാരണം സ്വർഗത്തിനുള്ള കാരണമാണ് ഈ പെൺകുട്ടി.
ആരാണ് ഈ ആഗ്രഹിക്കുന്നത്? ഒരു കാലത്ത് ജനിച്ചത് പെൺകുട്ടിയായതിന്റെ പേരിൽ ജീവിതത്തിന്റെ അപമാനഭാരം താങ്ങാനാവാത്തതിന്റെ പേരിൽ ജീവനുള്ള പെൺകുട്ടിയെ സ്വന്തം കൈകൊണ്ട് കുഴി കുഴിച്ച് അതിലേക്ക് ഇട്ട് ആ കുഞ്ഞിനെ മണ്ണ് മൂടിയ അതേ ആൾക്കാർ കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞുങ്ങളോട് ചോദിക്കപ്പെടും എന്ത് തിന്മയുടെ പേരിലാണ് ഞങ്ങളെ കൊല ചെയ്യപ്പെട്ടത് എന്ന്. അവർക്കൊരു പെൺകുട്ടിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കരിവാളിച്ചു പോകുമെന്ന് ഖുർആൻ പറയാൻ. 6-ാം നൂറ്റാണ്ടിലെ സംഭവം പറയാൻ, ഒരു പെൺകുട്ടിന്റെ കരിവാളിച്ചു പോവുക. അങ്ങനത്തെ ആൾക്കാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീൻ അവരുടെ മാറോട് അടുത്തപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്കൊരു പെൺകുട്ടി ഉണ്ടാവൽ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു പെൺകുട്ടിന്റെ വാപ്പേനെ ഇവളെ നല്ലൾക്ക് പഠിപ്പിക്കുകയും നല്ല തസ്കിയത്തും തർബിയത്തും നൽകി നല്ലൊരു പുതിയാപ്പിളിനോട് കെട്ടിച്ചു കൊടുത്താൽ എനിക്ക് അതന്നെ മതിയല്ല സ്വർഗത്തിന്. സ്വർഗത്തിന്റെ വഴിയായി സ്ത്രീകളെ കണ്ടു സഹാബാക്കൾ. ഏറ്റവും സന്തോഷിച്ചു. സാറുമാരെ, സ്നേഹന്മാരെ, ഇന്നത്തെ അവസ്ഥ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തി. ഇന്നത്തെ അവസ്ഥ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിന്റെ കാരണം ഇടങ്ങാറായി മാറാൻ കുടുംബങ്ങൾ പരസ്പരം പറയാൻ. എന്താ അതിന്റെ കാരണം? വിവാഹമാകുന്ന വലിയൊരു വിപത്താണ്. സാറുമാരെ, ഈ ദീനിൽ എന്താ വിവാഹത്തിന്റെ കാഴ്ചപ്പാട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ലാ തസവ്വജുൻ നിസാ ലിഹുസ്നിഹിൻ ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുൻ. നിങ്ങളൊരു സ്ത്രീയെ അവളുടെ സൗന്ദര്യം നോക്കി മാത്രം നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഒരുപക്ഷെ അവളുടെ സൗന്ദര്യം നീങ്ങിപ്പോയേക്കാം. വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിൻ. നിങ്ങൾ അവളുടെ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുത്ഗയഹുൻ. ഒരുപക്ഷെ അവളുടെ സമ്പത്ത് വഴികേടിലേക്ക് എത്തിച്ചേക്കാം. വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ. നിങ്ങളൊരു പെൺകുട്ടിനെ അങ്ങനെ കല്യാണം കഴിക്കേണ്ടത് വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ. ആ സ്ത്രീകളുടെ ദീൻ നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കിൻ. വല അമത്തുൻ ഖർമാഉ സൗദാഉ ദാതു ദീനിൻ അഫ്ളൽ. ഒരു ചെവിക്കോ മൂക്കിനൊക്കെ വൈകല്യങ്ങളുള്ള ഒരു കറുത്ത അടിമപ്പെണ്ണ് അവൾ ദീനുള്ളവളാണെങ്കിൽ അവളാണ് സ്വതന്ത്രയായ ദീനില്ലാത്ത പെണ്ണിനേക്കാൾ ശ്രേഷ്ഠമായവൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെണ്ണിന്റെ മഹത്വം പറയാൻ ദീൻ നോക്കിയിട്ട് കല്യാണം കഴിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസ്ദുഹു അല്ലാഹു ഇല്ലാ ദുല്ല. ആരെങ്കിലും ഒരു സ്ത്രീയെ ഇസ്സത്തിന് വേണ്ടിയിട്ട് അന്തസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ ഇന്ന ആളെ പേരക്കുട്ടിനെ കെട്ടിയത്, ഇന്ന ആളെ മോളെ ഞാൻ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആ പെരുമയും ആ പൊങ്ങച്ചത്തരത്തിന് വേണ്ടിയിട്ടാണ് കെട്ടിയതെങ്കിൽ നുബൂവത്തിന്റെ നാവ് കൊണ്ട് പറയാൻ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. തോന്നിയത് സംസാരിക്കാത്ത ആളാണ് എന്റെ നബി, വഹീ മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദുല്ല. ആ കുടുംബ ജീവിതത്തിൽ അവൻ നിന്ദ്യതല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. വമൻ തസവ്വജഹാ ലിമാലിഹാ. ഇനി ആരെങ്കിലും ഒരു സ്ത്രീ അവളുടെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചതെങ്കിൽ ലം യസിദുഹു ഇല്ലാ ഫഖറ. ആ വിവാഹത്തിലൂടെ അവന് ദാരിദ്ര്യമല്ലാതെ വർദ്ധിക്കൂല. സമ്പത്ത് നോക്കി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും കാറൊന്നും ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് ഓർക്കല് എന്ന് പറഞ്ഞാൽ കണ്ടമാനം വാങ്ങിയോനെ ഓന് കാറുണ്ട്, ഓന് ബംഗ്ലാവുണ്ട്, ഓ പെണ്ണെട്ടിയതിന്റെ പേരിൽ കഴിച്ചിലായ ആളാന്നൊക്കെ പറയുന്നുണ്ടാവും. സാർമാരെ, സ്നേഹമാരെ, ഇസ്ലാം പറയുന്ന ദാരിദ്ര്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇസ്ലാം പറഞ്ഞ ദാരിദ്ര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അഗ്റാദ് വലാകിന്നൽ ഗിന ഗിനൽ ഖൽബ്. ധന്യത, സമ്പന്നത എന്ന് പറഞ്ഞത് ഭൗതിക വസ്തുക്കളുടെ പെരുമന്റെ പേരല്ല. വലാകിന്നൽ ഗിന ഗിനൽ ഖൽബ്. ധന്യത എന്ന് പറഞ്ഞത് മനസ്സിന്റെ സ്വസ്ഥതന്റെ പേരാണ്. മനസ്സിന്റെ സ്വസ്ഥത. മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തവൻ എന്നും ദരിദ്രനാണ്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിനെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും. വമൻ തസവ്വജഹാ ലിമാലിഹാ ലം യസിദുഹു ഇല്ലാ ഫഖറ. സമ്പത്തിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അവന് ദാരിദ്ര്യമല്ലാതെ വർദ്ധിക്കൂല. ഖുർആൻ ഷരീഫിന്റെ അധ്യാപനമുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കിൻ, സാലിഹീങ്ങളായ പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം നടക്കട്ടെ. എന്നിട്ടോ വാൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇൻ യകൂനു ഫുഖറ. അവർ ദരിദ്രന്മാരാണെങ്കിൽ
യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവരെ ധനികന്മാരാക്കും. അല്ലാഹു ഖുർആനിൽ പറയാണ് ഈ യകൂനു ഫുഖറ, ആണും പെണ്ണും അവർ ദരിദ്രന്മാരാണ്, ഒരു ദീനുള്ളവരാണ് എങ്കിൽ ഈ യകൂനു ഫുഖറ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ധന്യത നൽകുമെന്ന്. അതുകൊണ്ട് ഹദീസിന്റെ താല്പര്യം മൻ തസവ്വജഹാ ലിമാലിഹാ ലം യസിദുഹു ഇല്ലാ ഫഖറ, ദാരിദ്ര്യല്ലാതെ വർദ്ധിക്കൂല. ഇത് നുബുവത്തിന്റെ നാവാണ്, സത്യം മാത്രം പറഞ്ഞ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ ഉറപ്പാണ്, നമ്മൾ ദുനിയാവിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്രയും ഇത്രയും വേണമെന്ന് പറഞ്ഞ് വാങ്ങിയവരൊക്കെ ജീവിതത്തിന്റെ കട്ടപ്പുകയിലുള്ളത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, വമൻ തസവ്വജഹാ ലിദീനി വമൻ തസവ്വജ ഇംറഅതൻ വലം യുരിദ് ബിഹാ ഇല്ലാ അൻ യഗുല്ല ബസറ ബാറക്കല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ. ഏതെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചു ഒരു സ്ത്രീയെ, എന്തിനാണ്? ഇല്ലാ അൻ യഗുല്ല ബസറ വയഹ്സന ഫർജ, അവന്റെ കണ്ണിനെ കുളിർമയാക്കാൻ, അവന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അള്ളാഹു ഹറാമാക്കിയതെന്ന് ഇനി എനിക്ക് കാണാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എനിക്ക് ഹലാലായ ഒരു ഭാര്യയെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ അവന്റെ കണ്ണിന്റെ നോട്ടത്തെയും അവന്റെ വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ വിവാഹം കഴിച്ചതെങ്കിൽ ബാറക്കല്ലാഹു ലഹു ഫീഹാ, ആ പെണ്ണിൽ അള്ളാഹു അവന് ബറക്കത്ത് ചെയ്യട്ടെ, വബാറക ലഹാ ഫീ, ആ പെണ്ണിന് ആ ആണിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മുഹദ്ദിസീങ്ങളെ ഉലമാക്കൾ പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇന്നും നിലനിൽക്കുന്നതാണ്. ഒരാൾ ദീനിന് വേണ്ടിയിട്ട് തന്റെ കണ്ണിനെയും തന്റെ ഗുഹ്യഭാഗത്തെയും തന്റെ വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കാനുമാണ് ഒരാൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ ബാറക്കല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ എന്നുള്ള തങ്ങളുടെ ദുആ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സാർമാരെ സ്നേഹമാരെ, ഇസ്ലാം വിവാഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് പറഞ്ഞത്. വിവാഹത്തിലെ ഏറ്റവും നല്ല വിവാഹം ഏതാണ്? ഏറ്റവും ബർക്കത്തുള്ള വിവാഹം ഏതാണ്? ഐസറുഹാ മുഅ്മിന, ഏറ്റവും ചെലവ് ചുരുങ്ങിയ വിവാഹമാണ്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ വിവാഹം ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ കാഴ്ചപ്പാടാണ്. എന്നുവെച്ചാൽ ഒരു പുരുഷൻ മഹർ കൊടുക്കുക. ആർക്ക്? സ്ത്രീക്ക്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, യാ മാശറ ശബാബ്, സാധാരണ നിക്കാഹിന്റെ ഖുത്ബയിൽ പറയുന്ന ഒരു ഹദീസാണിത്. യാ മാശറ ശബാബ്, ഏ യുവ സമൂഹമേ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, ഒരാൾക്കൊരു സ്ത്രീയെ സാമ്പത്തികമായി ശാരീരികമായി എല്ലാ നിലയിലും ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഅത്ത് കഴിഞ്ഞാൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. വമൻ ലം യസ്തതി', ഇനി ഒരാൾക്ക് അങ്ങനത്തെ ഒരു ബാഹത്തില്ല, ഒരു പെണ്ണിനെ കൊണ്ടെടുക്കാനുള്ള സാമ്പത്തിക സെറ്റപ്പോ ശാരീരികമായ അവസ്ഥയോ ഇല്ലെങ്കിൽ, ഫമല്ലം യസ്തതി', ഇനി ഒരാൾക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാ, അവനൊരു കോട്ടയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുവാക്കളെ കുറിച്ചിട്ട് പറയാൻ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ, ശാരീരിക അവസ്ഥ ഉണ്ട്. കാരണം സ്ത്രീ അവളുടെ വിവാഹത്തോടു കൂടി ഖബിൽതു മിൻക നിക്കാഹഹ വ തസ്വീജഹ എന്ന് പറയലോട് കൂടി ആ സ്ത്രീയുടെ അവളുടെ വസ്ത്രം, അവളുടെ ഭക്ഷണം, അവളുടെ പാർപ്പിടം, അവളുടെ മുഴുവൻ ജീവിതത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങളും പൂർത്തീകരിക്കുക, അതും കൂടിയാണ് സത്യത്തിൽ ഇവൻ ഏറ്റെടുത്തിരിക്കുന്നത്. വെറും ഒരു വാക്കാൻ ഖബിൽതു മിൻക നിക്കാഹഹ, നിങ്ങളെ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ അവളെ ഫുൾ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തു, ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ മഹർ ആരാ കൊടുക്കേണ്ടത്? മഹർ കൊടുക്കേണ്ടത് പുതിയാപ്പളന്. മഹർ കൊടുക്കേണ്ട ആൾ പുതിയാപ്പളൻ. വലീമ കൊടുക്കേണ്ട ആളാരാൻ? വലീമ കൊടുക്കേണ്ടതും പുതിയാപ്പളന്നാണ്. വസ്ത്രം വാങ്ങി കൊടുക്കേണ്ട ആളാരാൻ? അവൻ പുതിയാപ്പളന്നാണ്. അവളെ ചെരുപ്പ് മുതൽ അവളെ തലവരെയുള്ള മുഴുവൻ എന്തെല്ലാം സാധനങ്ങളുണ്ടോ മുഴുവനും വാങ്ങിക്കൊടുക്കാനും അവളെ ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും പൂർത്തീകരിക്കേണ്ട ആള് ഭർത്താവാൻ. ഓന്റെ ഉത്തരവാദിത്തമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും കഴിപ്പിക്ക്, നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവളെയും ധരിപ്പിക്ക്. ഇത്രത്തോളം ഉത്തരവാദിത്തം കൊടുത്തു. ഇന്ന് വിവാഹത്തിന്റെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളുടെ വിവാഹത്തിന്റെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങളുടെ വിവാഹത്തിന്റെ അവസ്ഥ തന്നെ പെണ്ണിന്റെ വീട്ടുകാർ ഇതുണ്ടാക്കുക, സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടാക്കുക, സാമ്പത്തികം നന്നായിട്ടുണ്ടാക്കണം. അവനെ ഈ സാധുക്കൾ ബേജാറാണ്. പെൺകുട്ടി എന്ന് പറയുന്നതിന് ബേജാറാണ്. കാരണം ഇതാണ്, കാരണം ഇത് കെട്ടിച്ച് പറഞ്ഞേക്കണേ ഒരുപാടാണ്, നൂറും എന്തോ ഒരു എളുപ്പമാണ് അത് പറയാനോ. നൂറും സാറുമാരെ സ്നേഹമാരെ, ഏത് ദീനാണിത്? ഭാര്യന്റെ വാപ്പന്റെ അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിന്ന് മഹർ കൊടുക്കുക, അതിന്ന് തുണിപ്പായം കൊടുക്കുക, അതിന്ന് ചെരുപ്പ് വാങ്ങുക. അന്ന് ആ സ്ത്രീ ധരിച്ചത് മുഴുവനും ഇവളെ വാപ്പന്റേതായിരിക്കും.
നിങ്ങൾക്കിത് വിശ്വാസയോഗ്യരായ ഉലമാക്കളോട് ചോദിക്കും, അങ്ങനെ ആയാൽ വിവാഹത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ പറയില്ല. ശരിക്കും നിങ്ങൾ ആലോചിക്കും, സ്ത്രീക്ക് വിവാഹത്തിന്റെ പേരിൽ 1 ദീനാർ അല്ലെങ്കിൽ 1 ദിർഹമിന്റെ ചെലവ് പോലും ഇസ്ലാമിലില്ല. ആ പെണ്ണിനെ 10-18 കൊല്ലം വരെ അല്ലെങ്കിൽ 17, 16, 18 എത്ര വയസ്സിലാണ് കെട്ടിച്ചയക്കുന്നത്, അവളുടെ പ്രായപൂർത്തിയാവുന്നത് വരെ അല്ലെങ്കിൽ അവളെ കെട്ടിച്ചയക്കുന്നവരെയുള്ള അവളുടെ ചാരിത്രത്തെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം. ഒരു 18 കൊല്ലം വരെ ഈ പെൺകുട്ടീനെ അവളുടെ ചാരിത്രം സൂക്ഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ സഹിച്ച ത്യാഗവും കഷ്ടപ്പാടും എത്രയാണ്. ഇനി പിന്നെയും ഇസ്ലാം അതിന്റെ മേലിൽ തലയിൽ ഭാരം വെച്ചിട്ടുണ്ട്? ഒരിക്കലും ഇസ്ലാം ചെയ്യൂല. അതുകൊണ്ടാണ് ഇവനോട് മഹർ കൊടുക്കാൻ പറഞ്ഞത്. സത്യത്തിൽ ഇന്ന് നടക്കുന്നത് ഇസ്ലാമിലെ തഹരീഫാണ്. തഹരീഫ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക. യഹൂദന്റെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കാനുള്ള കാരണം അവർ ഇസ്ലാം തൗറാത്തിനെയും അതേപോലെ തന്നെ ഇഞ്ചീലിനെയും അവർ മാറ്റിമറിച്ചു, അവരെ ദീനിനെ മാറ്റിമറിച്ചു. നമ്മളും ചെയ്യുന്നത് തന്നെയാണ് ഒരു അർത്ഥത്തിൽ. എന്നുവെച്ചാൽ പെണ്ണിന് മഹർ കൊടുക്കാൻ പറഞ്ഞ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ആൾക്കാർ പെണ്ണിന്റെ വാപ്പന്റെ നന്നായിട്ട് ഇങ്ങോട്ട് വാങ്ങാം. അതിന് കാരണം എന്താ? ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, എന്താ പറഞ്ഞാൽ ഫാത്തിമ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു, അതുകൊണ്ട് കൊടുക്കാണ്. ഫാത്തിമ ബീവിക്ക് എന്താ കൊടുത്ത്? കാര്യഗൗരവത്തോട് ചിന്തിക്കാൻ വേണ്ടി പറയാൻ ഞാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച കുട്ടികളിൽ ഒരാളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാ തങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ജാഫർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആദ്യമായി വിശ്വസിച്ചാൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൂട്ടത്തിൽ നടക്കായിരുന്നു. തങ്ങൾ ഹിജ്റ പോയി. ഹിജ്റ പോണ സമയത്ത് ആ വീട്ടിൽ ആരെ കടത്തിയത്? ഒന്ന് പറയുങ്ങള്. അലി റളിയല്ലാഹുവിന്റെ മുകളിലാണ് പുറപ്പെട്ടു കൊടുത്തത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. പിന്നീട് അലി റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിൽ പരസ്പരം സാഹോദര്യ ബന്ധം ഉണ്ടാക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇന്ന സഹാബി എന്ന് പറഞ്ഞിട്ട് സാഹോദര്യ ബന്ധം ഉണ്ടാക്കി. താരീഖ് പഠിക്കിൻ, ചരിത്രം പഠിക്കിൻ ഇസ്ലാമിന്റെ. എങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആകുന്ന മുഹാജിറിന് ഏത് അൻസാരിനാണ് കൂട്ടിക്കൊടുത്തത്? ഈ അവിടേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് താരീഖിന്റെ കിതാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇന്നാളെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം അലി റളിയല്ലാഹു അൻഹു ആരെ കൂട്ടത്തിൽ തന്നെയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ തങ്ങളുടെ വീട്ടുകാരനെ പോലെ, തങ്ങളുടെ കുട്ടീനെ പോലെ തങ്ങളെ കൂട്ടത്തിലുണ്ട്. ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ സമയമായി ആലോചനകൾ നടന്നു. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുക്കാൻ. സത്യത്തിൽ വാപ്പായിട്ടും അമ്മോശനായിട്ടും എല്ലാമായിട്ട് ആരാളുള്ളത്? അലി റളിയല്ലാഹു അൻഹു എല്ലാമായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിച്ചു കൊടുത്തിട്ട് വേറെ വീട്ടിൽ താമസിക്കാനുള്ള നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈമേൽ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തലയണ, ഇസ്ഹർ എന്ന് പറഞ്ഞ പുല്ല് നിറച്ചിട്ടുള്ള തലയണ, ആ പുല്ല് നിറച്ചൊരു തലയണ, പിന്നെ ഒരു പാത്രം, പിന്നെ അതുപോലെ ഒരു വിരിപ്പ്, വെള്ളം കൊണ്ടുവരാനുള്ള ഒരു പാത്രം തുടങ്ങിയ ഒരു കുറഞ്ഞ സാധനങ്ങൾ, ഒരു വീട്ടിൽ നിന്നാട് മാറുമ്പോൾ കൊടുക്കാനുള്ള ഒരു ചെറിയ സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാനുള്ള അത് തങ്ങളോട് കൊടുത്തു. അതെന്തുകൊണ്ട് കൊടുത്തു? കാരണം വാപ്പായിട്ടുള്ള ആരെന്നാണ് എന്നാ തങ്ങൾ ഇത് കൊടുക്കൽ ഭയങ്കര സുന്നത്തും ഇബാദത്തും പുണ്യകർമ്മമായിരുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 മക്കളെ കെട്ടിച്ചെടുത്തിന്. അവിടെ കൊടുക്കണ്ടേ? അവിടെ കൊടുത്തിട്ടില്ല. സഹോദരന്മാരെ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പെണ്ണിന്റെ വാപ്പൻ അങ്ങോട്ട് വലിച്ചു മാന്തുക. അയാളെ ശരിക്ക് പുതിയാപ്പളിന്റെ ബ്ലഡ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അയാളെ ഗ്രൂപ്പ് ഏതാണ്. ആരെ പെണ്ണിന്റെ വാപ്പന്റെ ബ്ലഡിന്റെ ഗ്രൂപ്പ് അറിയണമെങ്കിൽ ഈ പുതിയാപ്പളിനെ ചെക്ക് ചെയ്താൽ മതി. കാരണം അയാളെ ഫുള്ള് ചോരയും പെൻ്റെയിലാണ്. എന്നിട്ട് ആകെ പ്രശ്നം, ഒരു കുട്ടീനെ കെട്ടിക്കുമ്പോൾ ആകെ വീട് വിൽക്കുക, എന്തെല്ലാം അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവിടെ സാറുമാരെ ഇസ്ലാം ഒരിക്കലും ഇത് പറയില്ല. ഇസ്ലാം മഹർ കൊടുക്കുക, ഒരു പെൺകുട്ടിനെ മാന്യമായി കൊണ്ടേക്ക് നോക്കുക, അത് നമ്മളെ പണിയാണ്. അതുകൊണ്ടാണ് അത് കയ്യിനോട് കെട്ടാൻ പറഞ്ഞത്. അല്ലാത്തവരോട് എന്താ പറഞ്ഞത്? യാ മാശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്.
നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങളോളെ കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞതിന് ശേഷം ഫമല്ലം യസ്തത്യ, ഇനി അതിന് കഴിയാത്തവർ ഓളെ വാപ്പനോട് പോയി ചോദിക്കട്ടെ എന്നല്ല പറഞ്ഞത്. നോമ്പ് വെച്ചുകൊള്ളട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തങ്ങളുടെ ഒരു അനുയായി സഹാബി റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, എന്റെ സാമ്പത്തികമായ അവസ്ഥയില്ല എന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, നിന്റെ ഒന്നുമില്ല, മഹർ കൊടുക്കാനൊന്നുമില്ല എന്ന് ചോദിച്ചു. മഹർ കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, പോയി നോക്ക്, ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും കിട്ടുമോ നോക്കുന്നു പറഞ്ഞു. അദ്ദേഹം പോയി എന്നിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുർആൻ ശരീഫിൽ ഏതൊക്കെ സൂറത്തെ പൻകാരിയാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൂറത്ത് കഥ സൂറത്ത് കഥ സൂറത്ത് കഥ ഇന്ന സൂറത്ത് ഇന്ന സൂറത്ത് ഇന്ന സൂറത്ത്. നബി തങ്ങൾ സഹാബികൾ പറഞ്ഞു, അതിന്റെ പേരിൽ എനിക്ക് കല്യാണം കഴിച്ചു. മറ്റൊരു സഹാബി വന്നു, സഈദ് റളിയല്ലാഹു അൻഹു, വിരൂപിയായ സഹാബിയാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം, ആരും കെട്ടിച്ചു കൊടുക്കില്ല. ഒരു ഭാഗം കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷെ അദ്ദേഹത്തിന് കൈ മഹറൊന്നും കൊടുക്കാനില്ല. ഒരു ഉന്നത കുടുംബത്തിലെ ഒരു പെൺകുട്ടിനാണ് തീരുമാനമായത്. ഒരു ഉന്നത കുടുംബത്തിൽ ഒരു വലിയ സംഭവമാണ്. വിരൂപിയായ സഹാബിയാണ്, ആര് കല്യാണം ചെയ്ത് കെട്ടിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒരു സഹാബിന്റെ അടുക്കൽ പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതാണ്. ആ വീട്ടിൽ ചെന്നു, ആളെ വാപ്പനോട് പറഞ്ഞു, ആ കുട്ടീന്റെ വാപ്പനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അയച്ചതാണ്, നിങ്ങളെ മോളെ കല്യാണത്തിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സഹാബി ഭയങ്കര തറവാടുള്ള നല്ല സാമ്പത്തിക അവസ്ഥയുള്ള ഒരു ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന സഹാബിയാണ്. ആ സഹാബി പറഞ്ഞു, സഹാബി ചിന്തിച്ചെന്താ പറഞ്ഞാൽ മോളെന്തായാലും ഇതിന് സൂട്ടാവൂല. കാരണം വിരൂപിയായ ആരും കെട്ടിച്ചു കൊടുക്കാത്ത ഒരാളാണ്, ദരിദ്രനാണ്. അപ്പൊ സഹാബി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ ഇതിനെപ്പറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സഹാബി വീട്ടിൽ നിന്ന് മടങ്ങി വന്നു. അപ്പൊ ഈ സംസാരം വീട്ടിൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടി കേട്ടു. ഒരു ചോദിച്ചു, ഉപ്പ അയാളെന്തിനു വന്നാണ്? അയാൾ ഇങ്ങനെ കല്യാണാലോചനയായിട്ട് വന്നതാണ്, താങ്കളെന്ത് അയാളെ മടക്കി അയച്ചു. എന്നാ പോണ ആളാരാണ് ചോദിച്ചു. അപ്പൊ ആ സഹാബിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, അയാളല്ല പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരാ? പിന്നെ ചോദിച്ചു, അത് മുഹമ്മദുർ റസൂലുള്ളാഹി പോവാണെന്ന് പറഞ്ഞു. ആരാ പോണത്? മുഹമ്മദുർ റസൂലുള്ളാഹി ആ മടങ്ങി പോണത്. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇനി അള്ളാന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ എനിക്ക് തെരഞ്ഞെടുത്ത ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് വേറില്ല, എനിക്ക് അതല്ലാതെ വേറൊരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ സാഹിബി വിളിപ്പിച്ചു. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സന്തോഷത്തോട് കൂടി പോയി പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ മഹർ കൊടുക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. എൻ്റെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ആ സഹാബി വലിയ സഹാബിയാണ്, വലിയ സാമ്പത്തിക അവസ്ഥകളാണ്, അയാളോട് കുറച്ച് വാങ്ങിക്കോന്നല്ല പറഞ്ഞത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കലേക്ക് പോ, എന്നിട്ട് ഞാൻ ഇത്ര ദിർഹം തരാൻ പറഞ്ഞിട്ടുണ്ട് മഹർ കൊടുക്കാനായിട്ട് എന്ന് പറയാൻ. സത്യത്തിൽ സഹായിക്കേണ്ടത് ആരാന്നറിയാം നിങ്ങൾക്ക്? ആരെ? പുതിയാപ്പളിനെ സഹായിക്കണം. മഹർ കൊടുക്കാൻ ഗതിയില്ലാത്ത ഏതെങ്കിലും പുതിയാപ്പളുണ്ട്, അല്ലെങ്കിൽ കല്യാണത്തിന്റെ അവസ്ഥയ്ക്ക് സഹായിക്കാൻ ഓനെ നല്ലോണം കൊടുക്കുക. ഓനെ സഹായിച്ചിട്ട് പെൺകുട്ടികളെ വെറുതെ കൊണ്ടായിരുത്താൻ ഇസ്ലാമിന്റെ മാതൃകയാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിവാഹത്തിൽ എനിക്കൊരു സന്തോഷകരമായ അവസ്ഥയും കൂടി ഉള്ളത് എന്താണ് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മളെ നാടിന്റെ മഹലിന്റെ ഒക്കെ ചിട്ടയും വട്ടവും അനുസരിച്ചുള്ള ഒരു അവസ്ഥ എന്താ പറഞ്ഞാൽ, പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് നിക്കാഹ് നടത്തുക, എന്നിട്ട് അന്ന് ഫുള്ള് ചെലവും ആര്? പെണ്ണിന്റെ വീട്ടുകാർ. നമ്മളെ നാട്ടിലെ ഒരു സ്ഥിരമായതുകൊണ്ട് നമ്മൾ ആലോചിക്കലില്ല. സാർമാരെ, ഒരു നിക്കാഹ് നടക്കുമ്പോൾ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരുപാട് സംഖ്യ ചെലവാണ്. കാരണം എന്താ പറയുക, നിക്കാഹിന് എത്ര ആളുണ്ടാവും? അപ്പൊ ഇയാളോട് ചോദിക്കും എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര ആളാവാണേലും കൂട്ടിക്കോളി അറിയും. ആര്? പെണ്ണിന്റെ വാപ്പ. അവങ്ങനെ വലിയ പറയാണ്, ഞങ്ങളൊരു 300 ആളുണ്ടാവും. അയാളിങ്ങനെ ഒരു ഞെട്ടലോടാണ് എന്ത് ചെയ്യുക, കേക്കൽ തന്നെ. കാരണം അയാളോട് 300 താങ്ങാൻ കഴിയില്ല. അയാൾ പിന്നെ പറയാം 300 ഒന്നും പറ്റൂല കേട്ടോ, ഒരു 150 ഒക്കെ പറ്റുമോ? അങ്ങനെ അയാൾ പറയാം, ആയിക്കോട്ടെ നിങ്ങൾ എത്ര ആളായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. സംഗതി പിന്നെ അവർ കൂടുമ്പോൾ പറയും, ഓലേ നല്ല ആള് വരുന്നാ പറഞ്ഞത്, ഒരു 300 ആളൊക്കെ പോലും പറയണമെന്നൊക്കെ പറയും. ഈ സാധു കടന്നിട്ട് ഇതിനിങ്ങനെ ഇടങ്ങാറാകാണ്. എന്നിട്ട് അതിന് നല്ല കുപ്പായിട്ട് നമ്മൾ പോയിട്ട് എന്താക്കാൻ പോവാണ്? പുതിയാപ്പളുടെ കൂട്ടത്തിൽ പോയിട്ട് തിന്നാൻ വേണ്ടി പോവാണ്. സത്യത്തിൽ വലിയ കൊടുക്കേണ്ട മഹാനീ ചങ്ങയ്യാണ്. അതുകൊണ്ട് നിക്കാഹ് എവിടെ ചേർന്നാലും പ്രശ്നമില്ല, വലീമ കൊടുക്കേണ്ട ആള് പുരുഷനാണ്. ഓൻ ചെലവ് ഓൻ്റെ എത്ര. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിൽ ഈത്തപ്പഴം കൊടുത്ത വിവാഹമുണ്ട്. എന്താണ്, പാവപ്പെട്ടവനും കല്യാണം കഴിക്കാം. ഓൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് നിക്കാഹ് എത്തി, ആ നിക്കാഹിന് കൂട്ടുകാർക്ക് കുറച്ച് ഈത്തപ്പഴം ഒരു ഗ്ലാസ് ചായയും കൊടുത്തു, ഓൻ്റെ വലീമ കഴിഞ്ഞു.
ആടിനറുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. സമ്പത്തുള്ള ഞാൻ ഈത്തപ്പഴം കൊടുത്തൊന്നും വേണ്ട, ഓനൊരു ആടിനെ അല്ലെങ്കിൽ ഓനക്ക് അവന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് ഓന് ഭക്ഷണം കൊടുക്കാം. പക്ഷെ വലീമൊക്കെ നടത്തേണ്ട ആള് പുരുഷനാണ്. ഇന്ന് വിവാഹം എന്നുള്ളത് സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സെറ്റപ്പ് തെളിയിക്കാനുള്ള ആർഭാടത്തിന്റെ ധൂർത്തിന്റെ ഒരു രംഗമായി വിവാഹം മാറിയിരിക്കുകയാണ്. ഒരു വാപ്പ അധ്വാനിച്ച് മുഴുവനും കല്യാണം കൊണ്ട് അടിച്ചു പൊട്ടിക്കുക. എന്തൊക്കെയാണ് അവസ്ഥ? ഒരു മലപ്പുറം ജില്ലയിൽ നടന്നൊരു വിവാഹത്തിന്റെ ഒരു സംഭവം എന്നോട് ഒരാൾ പറഞ്ഞു. നിശ്ചയത്തിന്റെ അന്ന് വിദേശത്തു നിന്നാണ് വലിയ മീൻ പൊരിച്ചിട്ട് കൊണ്ടുവന്നത്. ദുബായിൽ നിന്ന് ഫ്ലൈറ്റിന് വന്നതാണ്. അപ്പൊ ആ നിശ്ചയത്തിൽ പങ്കെടുത്ത ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കുടുംബത്തിലെ കാരണവർ മൂപ്പരൊരു ജുമാക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവിടെ നമ്മളെ ഫാമിലിയൊക്കെ തീരുമാനിച്ചെന്താ പറഞ്ഞാൽ ഓരോ നിക്കാഹിന് ഇങ്ങോട്ട് വരുമ്പം ഓരോ ടേബിൾ മേൽ ഓരോ ആട് വെച്ചു കൊടുക്കാനാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അയാളുടെ സാധനം ജുമാക്ക് വരുന്ന ഒരാളാണ്. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി കൊളാക്കാന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് അത്ര വലിയൊരു ദൂർത്ത് അവിടുന്ന് ഒഴിവായത്. സമുദായം ഇതിനു വേണ്ടിയിട്ട് കല്യാണം, വളരെ പണക്കാരന്റെ പണം മുഴുവൻ കോരിച്ചേരാനുള്ളതാണ് കല്യാണം. വിവാഹം വളരെ ഐശ്വര്യമുന. ഇതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ ലളിതമായ വിവാഹം, വളരെ ചെലവ് ചുരുങ്ങിയ വിവാഹം, ഏറ്റവും ബർക്കത്തുള്ള വിവാഹം. ആർക്കാ സഹോദരൻ ബർക്കത്ത് ആവശ്യമുള്ളത്? വിവാഹത്തിന്റെ പേരിലുള്ള ദൂർത്ത്, അതിന്റെ പേരിലുള്ള ആർഭാടങ്ങൾ. ഇപ്പം കല്യാണത്തിന്റെ മുമ്പ് തന്നെ ഒരു കല്യാണം, മൈലാഞ്ചി കല്യാണം, അതിന്റെ അപ്പുറത്ത് പാട്ടും കൂത്തും. സമുദായം നാറി, സമുദായം നശിച്ചു. അവസാനം എന്തായി? മഴയില്ലാതായി, പ്രയാസങ്ങളായി, സാമ്പത്തിക മാന്ദ്യങ്ങളായി. നമ്മളൊക്കെ വിചാരിക്കാൻ ഇത് വേറെന്തോ കാര്യം. സാർമാരെ, നമ്മളുടെ പോക്കും നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയും ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ദൂർത്ത്, എന്റെയും നിങ്ങളുടെയും ആർഭാടങ്ങൾ, തോന്നിവാസങ്ങൾ ഉടമസ്ഥനായ അള്ളാഹുവിനെ കോപിപ്പിച്ചിരിക്കാൻ. അതുകൊണ്ട് ഉമ്മത്ത് ഇസ്തിഗ്ഫാറിലേക്ക്, തോബയിലേക്ക് മടങ്ങുക, ജീവിതം സുന്നത്തിനനുസരിച്ചാക്കി തീർക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചാക്കി തീർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിവാഹത്തെ കബൂലാക്കുമാറാവട്ടെ. ഈ വിവാഹം വഴിയായി നാടുകളിൽ സുന്നത്തുണ്ടാവാൻ, നാടുകളിൽ ദീനനുസരിച്ചുള്ള ജീവിതമുണ്ടാവാൻ, മാതൃകായോഗ്യമായ വിവാഹങ്ങൾ ഉണ്ടാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹങ്ങളെ കാരണമാക്കുമാറാവട്ടെ. ഇതിന്റെ സാക്ഷികളും ഇതിന് പങ്കാളികളാവാൻ വന്ന നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഒരു കാര്യം, വിവാഹം കഴിക്കാത്ത എൻ്റെ ചെറുപ്പക്കാരായ എൻ്റെ അനുജന്മാർ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരോടോ പെണ്ണിന്റെ കുടുംബക്കാരോടോ ഒന്നും ആഗ്രഹിക്കാതെ അവൾക്ക് മഹർ കൊടുത്തിട്ട് അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ എത്തിക്കണം. ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരു ജീവനിലല്ല നിങ്ങൾക്ക്. ആകെപ്പോ കണ്ടിച്ചിക്കണാണ് 4 ആൺകുട്ടികളുള്ളത്, ബേജാറൊന്നും ഇല്ല എന്ന് പറയുന്നത്. അത് കണ്ടു വാപ്പാര് കടം വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾ പെണ്ണ് കെട്ടുകയാണെങ്കിൽ ഈ നിലയിൽ കെട്ടാവൂ. എൻ്റെ വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, അമ്മമാർ, എളാപ്പാർ, കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കുന്നവർ, നേതൃത്വം വഹിക്കുന്നവർ, ഓരോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ, നിങ്ങളെ പേരക്കുട്ടികളെ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആണുങ്ങളെ വിവാഹം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടുകാർക്ക് മാക്സിമം ഒരു ചെലവില്ലാത്ത നിലയിൽ നമ്മൾ ചെലവാക്കി നമ്മളുടെ മഹർ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന അവസ്ഥ, അവരെ വീട്ടിൽ നിന്ന് ഒന്നും വാങ്ങരുത് എന്നൊരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കൂല ഇൻഷാ അല്ലാഹ്. ഇനി പറയാനുള്ളത് കല്യാണം കഴിച്ചവരോടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ ഈ വാങ്ങിയ സാധനം കടാവണം. ഭാര്യന്റെ വാപ്പനോട് വാങ്ങിയ സാധനം കടാവണമെങ്കിൽ കടങ്ങൾ എന്നാണ് തിരിച്ചു കൊടുക്കുക. നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കടക്കാരനായിട്ടാണ് മരിക്കുക. ഒന്ന്, ചിലപ്പോൾ പറയാമോ ഇഷ്ടപ്പെട്ട് തന്നതാണെന്ന്. ഇഷ്ടപ്പെട്ട് തന്നതിന് അറബിയിൽ പറഞ്ഞൊരു വാക്കാണ് ഹദിയ എന്നൊക്കെ, എന്നുവെച്ചാൽ ഗിഫ്റ്റ്. ഭാര്യന്റെ വാപ്പ ഒരു 10 ലക്ഷം റുപ്യ, ഒരു 100 പവൻ സ്വർണ്ണം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ്, കുഴപ്പമൊന്നുമില്ല, വാങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഇസ്ലാമികമായ കാരണത്തിന്റെ പേരിൽ ആ പെണ്ണിനെ ഒന്ന് തലാക്കില്ലേ ഓളോടെ കൊണ്ടയാക്കുകയോ ചെയ്താൽ പിന്നെ അയാൾ ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ല. അയാൾ ഹദിയാണ് തന്നെങ്കിൽ ഹദിയ ഒരിക്കലും തിരിച്ചു ചോദിക്കാൻ പാടില്ല. അപ്പൊ സത്യത്തിൽ അയാൾ തന്നത് എന്തല്ല, ആദ്യം കേസ് കൊടുക്കൽ 100 തന്നെങ്കിൽ 200 എന്ത് കൊടുക്കല്, കേസ് കൊടുക്കല്. അപ്പൊ അത് തന്നത് എന്താണ്? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഈ സമ്പത്ത് ഞാൻ എൻ്റെ ഭാര്യന്റെ വാപ്പനോട് എന്താ വാങ്ങിയത്, നിങ്ങൾ വ്യക്തമായി ആലോചിച്ച് തീരുമാനിക്കണം. മരിക്കണതിന് മുമ്പ് വീട്ടിയാൽ റാഹത്തായി പടച്ചതമ്പുരാന്റെ അടുക്കൽ എത്താം.
നിങ്ങളെ വാപ്പയാണ് നിർബന്ധിച്ച് വാങ്ങിയതെങ്കിൽ അള്ളാഹു വാപ്പക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു പക്ഷേ ആ സാധു ഖബറിലെത്തിയിട്ടുണ്ടാവും. അതിനൊരു സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ തിരിച്ചു കൊടുത്തേക്ക്, നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഓലിപ്പോൾ ഭയങ്കര ആറ്റിലേക്ക് ഉണ്ടാകുക. കാരണം എന്താ പറഞ്ഞാൽ ഈ കുത്തുബ കഴിച്ചതിന് ശേഷം കേട്ടുകൊണ്ട് നന്നായി എന്ന് വിചാരിച്ചിരിക്കും. അതുകൊണ്ട് ഓരോട് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ഇപ്പോൾ വലിയ പെടൽ പെട്ടത് നിങ്ങളാണ്, എന്തായാലും അത് തിരിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ കടമ പൂർത്തിയാക്കിന്, ഇനി ബാക്കി അള്ളാൻ്റെ മുമ്പിൽ എത്തിയിട്ട് കണക്കും കയ്യും പറയുമ്പം അവിടുന്ന് മനസ്സിലാവും. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും കൊടുത്തു തീർക്കണം. അള്ളാഹു താല നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ. ഈ വിവാഹത്തിലെ വധുവരന്മാരെ അള്ളാഹു ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ നല്ല സന്താന തലമുറകളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.